നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. മുണ്ടക്കയത്ത് മതമ്പയിൽ കാട്ടാന ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടു. മരിച്ചത് തമ്പലക്കാട് സ്വദേശി പുരുഷോത്തമൻ. കുടുംബത്തിന് ധനസഹായം നൽകുമെന്ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തം. വിവിധ രാഷ്ട്രീയ പാർട്ടികളും കത്തോലിക്ക കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്ത്. ചിറക്കടവ് പഞ്ചായത്തിലെ സ്കൂളുകളിലെ കായിക പരിശീലന പരിപാടിക്ക് തുടക്കം. പരിശീലനം നൽകുന്നത് 1 മുതൽ 8 വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക്. കുന്നംഭാഗം സ്പോർട്സ് സ്കൂളിന്റെ പണി ഉടൻ ആരംഭിക്കുമെന്ന് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിന്റെ സംയോജിത ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കം. സർക്കാർ പദ്ധതികൾ കൂടുതലായി ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ടെന്ന് മന്ത്രി വി.എൻ. വാസവൻ. വാർത്തകൾ വിശദമായി. മുണ്ടക്കയം മതമ്പയിൽ കാട്ടാന ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി മരിച്ചു. കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സ്വദേശി പുരുഷോത്തമനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 10:30 അപകടം. റബ്ബർ തോട്ടം പാട്ടത്തിനടുത്ത് ടാപ്പിംഗ് നടത്തുന്നയാളായിരുന്നു പുരുഷോത്തമൻ. മകനും ഒപ്പമുണ്ടായിരുന്നു. ടാപ്പിംഗ് നടത്തുന്നതിനിടെ മകന് നേരെയാണ് കാട്ടാന എത്തിയത്. മകന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ പുരുഷോത്തമനെ ആന ആക്രമിക്കുകയായിരുന്നു. മുണ്ടക്കയം പെരുവന്താനത്ത് കാട്ടാന ആക്രമണത്തിൽ മരണമടഞ്ഞ തമ്പലക്കാട് സ്വദേശിയുടെ കുടുംബത്തിന് സഹായധനം നൽകുമെന്ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. കാട്ടാനയെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ധനസഹായത്തിന്റെ ആദ്യ ഗഡു 2 ദിവസത്തിനുള്ളിൽ നൽകും. ഇൻഷുറൻസ് പരിരക്ഷ സംബന്ധിച്ച് നാളെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം തീരുമാനമെടുക്കുമെന്നും എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ആ കുടുംബത്തിന് ആവശ്യമായ സഹായധനം നൽകുന്നതിൽ കാലതാമസമില്ലാതെ തന്നെ നടപടി സ്വീകരിക്കും. മറ്റൊന്ന്, അവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ജാഗ്രതയോടുകൂടി നടത്തേണ്ട അനിവാര്യതയാണ് ഈ സംഭവം നമ്മൾ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ്. കോട്ടയത്ത് പ്രതിഷേധ സൂചകമായി ഹെഡ് പോസ്റ്റ് ഓഫീസ് ഗേറ്റിൽ കുരിശ് കെട്ടി. സ്റ്റാൻ സ്വാമിയെ വർഗീയവാദികളുടെ ആരോപണത്തിന്റെ പേരിൽ ജയിലിലിട്ട് കൊലപ്പെടുത്തിയതുപോലെ ഛത്തീസ്ഗഡിൽ വർഗീയവാദികൾ മതപരിവർത്തനം ആരോപിച്ചതിന്റെ പേരിൽ മലയാളി കന്യാസ്ത്രീകളെ കൊലപ്പെടുത്താനാണ് നീക്കം എങ്കിൽ കുരിശുയുദ്ധം പ്രഖ്യാപിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റി കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇത് കേന്ദ്ര ഗവൺമെന്റിനെ സമർപ്പിക്കുന്നു. കേന്ദ്ര സർക്കാർ കണ്ണു തുറന്നത് കാണണം. കേന്ദ്ര സർക്കാർ ഇവിടെ കത്തോലിക്കരടക്കം അല്ലെങ്കിൽ മുസ്ലിംസ് അടക്കം മറ്റിതര മുഴുവൻ സമുദായങ്ങളെയും അധിക്ഷേപിക്കുന്ന, ഇവിടെ നമുക്കറിയാം ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ഇവിടുത്തെ ക്രിസ്ത്യാനികളല്ല, പക്ഷേ ഇവിടുത്തെ ഭീകരവാദികളായ ചില ആളുകൾ ഇവിടുത്തെ കത്തോലിക്കർക്കെതിരാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിംസിനെതിരാണ്, മറ്റു ജാതിക്കാർക്കെതിരാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അവരുടെ തിരുത്തിക്കൊണ്ട് ജനാധിപത്യപരമായി പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ അല്ലെങ്കിൽ രാജ്യത്തുണ്ടാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി. ജില്ലാ ചീഫ് കോർഡിനേറ്റർ ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ബാലുജി വെള്ളിക്കര, എം ഖാലിദ്, ജോയ്സി കാപ്പൻ, പി.എ. സാലി, ബിപിൻ ശൂരനാടൻ, നിയാസ് പുള്ളിക്കേൽ, സിമി സുബിച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതിഷേധ സൂചകമായി ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ ഗേറ്റിൽ കുരിശുകൾ കെട്ടി സമരക്കാർ പ്രതിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്ന് മോൻസ് ജോസഫ് എം.എൽ.എ. ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് എം പാലായിൽ നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മോൻസ് ജോസഫ്. ഛത്തീസ്ഗഡിൽ വ്യാജ കുറ്റാരോപണം നടത്തി അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകളെ കുറ്റവിമുക്തരാക്കി ജയിൽ മോചിതരാക്കണമെന്ന് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് എം.എൽ.എ. കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. പാലാ കുരിശുപള്ളി ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മോൻസ് ജോസഫ്. ജയിൽ മോചിതരാക്കുക എന്നതും അവരുടെ പേരിൽ എടുത്തിരിക്കുന്ന കള്ളക്കേസ്, ഈ 2 സിസ്റ്റേഴ്സിന്റെയും പേരിൽ എടുത്തിരിക്കുന്ന കള്ളക്കേസുകൾ പിൻവലിക്കുക എന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ബി.ജെ.പിയുടെയും ബജരംഗദളിന്റെയും ആർ.എസ്.എസിന്റെയും ആളുകളാണ് ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് നേരെ ബി.ജെ.പി, ബജരംഗദൾ, ആർ.എസ്.എസ് പ്രവർത്തകർ നടത്തിയ ഈ വേട്ടയാടൽ നമ്മുടെ രാജ്യത്ത് അംഗീകരിക്കാൻ പറ്റില്ല, അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൈയും കെട്ടി നോക്കിയിരിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ സമ്മതിക്കില്ല എന്നതാണ് കേരള കോൺഗ്രസ് പാർട്ടി ഉയർത്തുന്ന പ്രതിഷേധത്തിലൂടെ നമ്മൾ മുന്നറിയിപ്പ് നൽകുന്നത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് പുളിങ്കാട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജനറൽ ജോയ് എബ്രഹാം, തോമസ് ഉഴുന്നാലിൽ, തങ്കച്ചൻ മണ്ണൂശ്ശേരി, ഷിബു പൂവേലി, ജോബി കുറ്റിക്കാട്, ബാബു മുകാല തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ.
ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളികളായ കന്യാസ്ത്രീകളുടെ മോചനം ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തി. കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സംസ്ഥാനതല ഉദ്ഘാടനം കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA നിർവഹിച്ചു. കേരളത്തിൽ ക്രൈസ്തവർ അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ സുരക്ഷിതരായിരിക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ വ്യാപകമായി ക്രൈസ്തവ പീഡനങ്ങൾ ആവർത്തിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗം ജോബ് മൈക്കിൾ MLA. ഛത്തീസ്ഗഡിൽ തടവിലായ കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സംഘടിപ്പിച്ച ധർണകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ മാത്രമാണ് എല്ലാ രീതിയിലും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ച് മുമ്പോട്ട് പോകുന്നത്. ഇന്ത്യയിൽ ആകമാനം പല സ്റ്റേറ്റിൽ നോക്കിയാൽ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നു, കന്യാസ്ത്രീകളെ പീഡിപ്പിക്കുന്നു, അച്ഛന്മാരെ പീഡിപ്പിക്കുന്നു, അവരുടെ പള്ളികൾ കത്തിച്ച് ചാമ്പലാക്കുന്നു, അവരുടെ ആരാധനാലയങ്ങൾ നശിപ്പിച്ചു കളയുന്നു. ഇങ്ങനെ ഒത്തിരിയേറെ സംഭവങ്ങൾ നമുക്ക് എണ്ണി പറയാൻ പറ്റും. അപ്പൊ തീർച്ചയായും നമ്മൾക്ക് അറിയാവുന്ന പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി കണ്ണു തുറക്കണം. പാർലമെന്റ് നടക്കുന്ന അവസരമാണ്. പാർലമെന്റ് നടക്കുമ്പോൾ പാർലമെന്റിലെ ആളുകൾ, നമുക്കറിയാം എംപിമാരെല്ലാം ഇന്ന് ഡൽഹിയിലുണ്ട്. ഇപ്പൊ പാവപ്പെട്ട കന്യാസ്ത്രീകളെ പിടിച്ച് ജയിലിൽ അടച്ചിട്ട് അതിനെതിരെ പ്രതികരിക്കുവാൻ ഇന്ത്യയിലെ എല്ലാ സമൂഹവും ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് വരണം. പാർട്ടി സംസ്ഥാന ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി ഡോക്ടർ സ്റ്റീഫൻ ജോർജിന്റെ അധ്യക്ഷതയിൽ വിജി M. തോമസ്, ജോസഫ് ചാമക്കാല, സാജൻ തൊടുക, ഔസേപ്പച്ചൻ വാളിപ്ലാക്കൽ, മാലേത്ത് പ്രതാപചന്ദ്രൻ, ലാലിച്ചൻ കുന്നിപ്പറമ്പിൽ, ജോജി കുറത്തിയാട്ട്, രാജു ആലപ്പാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികൾക്കായി നടത്തുന്ന കായിക പരിശീലന പരിപാടിക്ക് തുടക്കമായി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് പൊൻകുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികൾക്കായി നടപ്പാക്കുന്ന കായിക പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് 8 ലക്ഷം രൂപ ചെലവിലാണ് 2022 മുതൽ 100ഓളം കുട്ടികൾക്കായി വിവിധ മേഖലകളിലായി കായിക പരിശീലനം നൽകുന്നത്. പൊൻകുന്നം ഗവൺമെന്റ് സ്കൂളിൽ നടന്ന യോഗത്തിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരിയുടെ ഉപയോഗം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യുവതലമുറയിൽ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കുട്ടികളെ കളിക്കളങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇത്തരം കായിക പരിശീലനത്തിന്റെ ലക്ഷ്യമെന്ന് ഡോക്ടർ N. ജയരാജ് പറഞ്ഞു. ഇന്ന് കായിക രംഗത്തെക്കുറിച്ച് വളരെയേറെ ബോധവാന്മാരാകുന്ന ഒരു കാലഘട്ടമാണ്. കാരണം പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിലൊക്കെ ലഹരി ഉൾപ്പെടെയുള്ള മാരകമായ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നുള്ള ഒരു ആശങ്ക ഉള്ള ഒരു കാലഘട്ടത്തിൽ അതിനുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രതിവിധി ബോധവൽക്കരണം മാത്രമല്ല, ബോധവൽക്കരണത്തോടൊപ്പം കുട്ടികൾക്ക് മറ്റ് ഇതര മാർഗങ്ങൾ കൂടി അവർക്ക് അവരുടെ കായിക ശേഷി വർദ്ധിപ്പിക്കാനും അവരുടെ സർഗാത്മകമായ കഴിവുകൾ മറ്റു രീതിയിലേക്ക് മാറ്റിയെടുക്കാനും അവർക്ക് അതിനുവേണ്ടി കൂടുതൽ സമയം കണ്ടെത്താനുള്ള പദ്ധതികൾ രൂപീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മികച്ച രീതിയിൽ ലഹരിയെ നേരിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ കൂടി ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളെ കളിക്കളങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള മഹത്തരമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. കുന്നംഭാഗത്ത് 30 കോടി രൂപ ചെലവിൽ സ്പോർട്സ് സ്കൂളിന്റെ പണികൾ ഉടൻ ആരംഭിക്കുമെന്നും ചീഫ് വിപ്പ് കൂട്ടിച്ചേർത്തു. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, അംഗങ്ങളായ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രോസ്, ആന്റണി മാർട്ടിൻ, ഷാക്കി സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. സുധേഷ്, സിറാജുദ്ദീൻ, പാർവതി എന്നിവരാണ് പരിശീലകർ. 1 മുതൽ 8 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് കായിക പരിശീലനം നൽകുന്നത്. ഉദ്ഘാടന യോഗത്തിന് ശേഷം വിശിഷ്ടാതിഥികളും വിദ്യാർത്ഥികളും ചേർന്ന് പരിശീലനത്തിന്റെ ആദ്യ പാഠങ്ങൾ പരിശീലിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ ജനങ്ങളിലേക്ക് കൂടുതലായി എത്തേണ്ടതുണ്ടെന്ന് മന്ത്രി VN വാസവൻ. ഏറ്റുമാനൂരിൽ ദ്വിദിന സംയോജിത ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കോട്ടയം ഫീൽഡ് ഓഫീസ് സംഘടിപ്പിക്കുന്ന ദ്വിദിന സംയോജിത ബോധവൽക്കരണ പരിപാടിയും ഫോട്ടോ പ്രദർശനവും ഏറ്റുമാനൂരിൽ നടന്നു. ബോധവൽക്കരണ പരിപാടികളിലൂടെ പദ്ധതികളുടെ പ്രയോജനം ജനങ്ങൾക്ക് കൂടുതലായി ലഭ്യമാക്കാനാകുമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ ജനങ്ങളിലേക്ക് കൂടുതലായി എത്തേണ്ടതുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിവിധ മേഖലകളിലെ പരിശീലന പരിപാടിയാണ് ഈ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത്. ഇതിൽ കൃത്യമായി ആരോഗ്യപരിപാലന രംഗത്ത് ഹോമിയോയും അതോടൊപ്പം തന്നെ മറ്റ് ഭക്ഷണക്രമങ്ങളുമൊക്കെ എങ്ങനെയായിരിക്കണം,
ആരോഗ്യപരിപാലനത്തെക്കുറിച്ച് വേണ്ടത്ര അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. മറ്റൊന്ന്, നമുക്ക് പല രൂപത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആക്രമണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാൻ ആവശ്യമായ ശാരീരികവും മാനസികവുമായ കരുത്ത് സമ്പാദിക്കാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ച വലിയ ഒരു അവയർനെസ് കായികമായി തന്നെ പരിശീലിപ്പിക്കുന്ന പരിപാടി. വാർഡ് കൗൺസിലർ രശ്മി ശ്യാം അധ്യക്ഷയായി. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫീൽഡ് എക്സിബിഷൻ ഓഫീസർ ജൂണി ജേക്കബ്, നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അർച്ചന ചന്ദ്രൻ, ഫീൽഡ് പബ്ലിസിറ്റി അസിസ്റ്റന്റ് ടി സരിൻലാൽ എന്നിവർ പ്രസംഗിച്ചു. ഏറ്റുമാനൂർ നഗരസഭ, ICDS കോട്ടയം പ്രോഗ്രാം സെൽ, ജില്ലാ ഹോമിയോ ആശുപത്രി, തപാൽ വകുപ്പ്, വനിതാ പോലീസ് സെൽ, ഫയർ ആൻഡ് റെസ്ക്യൂ, എക്സൈസ് ഓഫീസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംഘപരിവാറും BJPയും രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെക്കുകയാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊതുവേദിയിലെ ഉറപ്പുകൾക്കിടയിലും സംഘപരിവാർ അജണ്ടയുമായി മുന്നോട്ടു പോവുകയാണെന്ന് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതോടെ വെളിവാക്കപ്പെട്ടിരിക്കുകയാണെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. BJPയും RSSനും ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ അതിതീവ്ര വർഗീയത പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പൊതുവേദിയിൽ എന്ത് പറഞ്ഞാലും അവരുടെ ഈ അജണ്ടയിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ അത് ഇന്ന് ജീവിക്കുന്ന പോലെ ജീവിക്കാനാവില്ല എന്ന സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പൗരൻ അവന്റെ വിശ്വാസ പ്രമാണങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള അവസരം പോലും, പ്രചരിപ്പിക്കാൻ പോലുള്ള അവസരം പോലും നിഷേധിക്കുക എന്നിടത്തേക്ക് എത്തുമ്പോൾ ഇവിടെ ഹനിക്കപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്, ഇന്ത്യയുടെ ആത്മാവാണ്. ഈ നീക്കത്തെ ജാഗ്രതയോടുകൂടി കാണുകയാണ് നാം ജനങ്ങൾ ചെയ്യേണ്ടത്. മുണ്ടക്കയം മുരിക്കുംവയലിൽ പോസ്റ്റ് ഒടിഞ്ഞു വീണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരിച്ചു. മുരിക്കുംവയൽ സ്വദേശി സുരേഷ് KS ആണ് മരിച്ചത്. കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സ് ഓഫീസിലെ ഹോംഗാർഡായിരുന്നു സുരേഷ്. ഇന്ന് രാവിലെ 11:30യോടെയായിരുന്നു അപകടം. മുരിക്കുംവയൽ ഇഞ്ചക്കുഴിയിൽ കാറ്റത്ത് ചാഞ്ഞു നിന്ന പോസ്റ്റ് നന്നാക്കാനെത്തിയ KSEB ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ എത്തിയതായിരുന്നു സുരേഷ്. പോസ്റ്റിൽ കയറിയപ്പോൾ പോസ്റ്റ് മറിഞ്ഞു വീഴുകയായിരുന്നു. പാമ്പാടിയിൽ നിയന്ത്രണം നഷ്ടമായ സ്വകാര്യ ബസ് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറി. ഡ്രൈവർ കുഴഞ്ഞു വീണതിനെ തുടർന്നാണ് സ്വകാര്യ ബസിന് നിയന്ത്രണം നഷ്ടമായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് രാവിലെ 11:30യോടെയായിരുന്നു സംഭവം. മുണ്ടക്കയത്ത് നിന്നും കോട്ടയത്തേക്ക് പോയ മൈബസാണ് അപകടത്തിൽപ്പെട്ടത്. ഛത്തീസ്ഗഡിലെ മനുഷ്യാവകാശ ലംഘനം അവസാനിപ്പിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പാലായിൽ കത്തോലിക്ക കോൺഗ്രസ് ധർണ നടത്തി. ഭരണഘടന ഉറപ്പുതരുന്ന മതസ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ് രൂപതാ ഡയറക്ടർ റവറന്റ് ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കത്തോലിക്ക കോൺഗ്രസ് പാലായിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രൂപതാ പ്രസിഡന്റ് ഇമ്മാനുവൽ പ്രതിഷേധ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കലെ ധർണയിൽ ജനറൽ സെക്രട്ടറി ജോസ് വട്ടുകുളം, പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ, ആൻസമ്മ സാബു, ജോയി കണിപ്പറമ്പിൽ, ജോൺസൺ ചെറുവള്ളി, ടോമി കണ്ണീറ്റുമാലിൽ, ബെന്നി കിണറ്റുകര, രാജേഷ് പാറയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. ഹരിതകർമ്മസേനയുടെ സേവന മികവാണ് ദേശീയ ശുചിത്വ റാങ്കിങ്ങിൽ മുന്നേറാൻ കേരളത്തെ സഹായിച്ചതെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. കോട്ടയത്ത് ഹരിതകർമ്മസേനാംഗങ്ങളുടെ മക്കളെ ആദരിക്കുകയായിരുന്നു അദ്ദേഹം. ഹരിതകർമ്മസേന അംഗങ്ങളുടെ മക്കളിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ക്ലീൻ കേരള കമ്പനിയുടെ ആദരവും ക്യാഷ് പ്രൈസ് വിതരണവും തെള്ളകത്ത് നടന്നു. ഹരിതകർമ്മസേനയുടെ സേവന മികവാണ് ദേശീയ ശുചിത്വ റാങ്കിങ്ങിൽ മുന്നേറാൻ കേരളത്തെ സഹായിച്ചതെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം അതിന്റെ പൂർണ്ണ അർത്ഥത്തിലും ലക്ഷ്യത്തിലും എത്തിക്കുന്ന ഏറ്റവും വലിയ ചുമതലകൾ നിർവഹിക്കുന്നത് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ്. നമ്മുടെ നാടിന് സുന്ദരമായ ഒരു മുഖം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി നിശ്ചയദാർഢ്യത്തോടുകൂടി, അർപ്പണ മനോഭാവത്തോടുകൂടി, ത്യാഗസന്നദ്ധതയോടെ, സേവന ബുദ്ധിയോടെ ഈ ദൗത്യം ഏറ്റെടുത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഏറെ അഭിനന്ദനാർഹമായിട്ടാണ് ഈ സമൂഹം വീക്ഷിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അജയൻ K. മേനോൻ അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ, ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ NS ഷൈൻ, കില ജില്ലാ
ഫെസിലിറ്റേറ്റർ ബിന്ദു അജി, ഹരിതകർമ്മസേന ജില്ലാ കോർഡിനേറ്റർ പ്രണവ് വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാല RV പാർക്കിൽ റിവർവ്യൂ റോഡിലേക്ക് വലിയ മരം നിലംപതിച്ചു. RV പാർക്കിൽ മണ്ണ് മാറ്റുന്നതിനിടെയാണ് മരം കടപുഴകി വീണത്. കാൽനട യാത്രക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. മരം വീണ സമയത്ത് റോഡിൽ കൂടി പോയ കാറിന് നാശനഷ്ടമുണ്ടായി. കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. JCB ഓപ്പറേറ്ററുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമായതെന്ന് ആക്ഷേപം ഉയർന്നു. മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെതിരെ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ പാലായിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് തോപ്പിൽ അധ്യക്ഷനായി. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു ക്ലിനിക്ക് രണ്ടുപേർക്ക് ജോലി ഓഫർ ചെയ്ത് അവര് ആ ട്രെയിനിൽ അവിടെ വരുന്നുണ്ടെന്നും ആ രണ്ട് കന്യാസ്ത്രീമാർ അവരെ സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ള വിവരം ബജ്രംഗ് ദളിനോട് ആരാണ് പറഞ്ഞത്, എങ്ങനെയാണ് അവർ അറിഞ്ഞത്? അപ്പോൾ നമുക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ക്രിസ്തീയ സന്യാസിമാർക്കും അല്ലെങ്കിൽ ക്രിസ്തീയ ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരായിട്ടും അവിടെ വളരെ ഗൂഢമായ ആലോചനയോടുകൂടി ഒരു അറ്റാക്ക് നടത്താനുള്ള അവരുടെ പ്ലാനുകൾ, അത് അങ്ങനെയായിരിക്കണമല്ലോ അവരുടെ ഈ ഇൻഫർമേഷൻ ലീക്ക് ചെയ്തത്. അതിനകത്ത് യാതൊരു സംശയമില്ല, ഇത് വളരെ പ്ലാനിങ്ങോടുകൂടി അവർ ചെയ്തതാണ്. BJP RSS നേതൃത്വത്തിന്റെ അറിവോടുകൂടി മാത്രമേ ബജ്രംഗ് ദളിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് കേസുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ അവരെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാൻ അവർക്ക് പറ്റുകയുള്ളൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുണ്ടക്കയത്ത് മദമ്പയിൽ കാട്ടാന ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടു. മരിച്ചത് തമ്പലക്കാട് സ്വദേശി പുരുഷോത്തമൻ. കുടുംബത്തിന് ധനസഹായം നൽകുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തം. വിവിധ രാഷ്ട്രീയ പാർട്ടികളും കത്തോലിക്ക കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്ത്. ചിറക്കടവ് പഞ്ചായത്തിലെ സ്കൂളുകളിലെ കായിക പരിശീലന പരിപാടിക്ക് തുടക്കം. പരിശീലനം നൽകുന്നത് 1 മുതൽ 8 വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക്. കുന്നംഭാഗം സ്പോർട്സ് സ്കൂളിന്റെ പണി ഉടൻ ആരംഭിക്കുമെന്ന് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിന്റെ സംയോജിത ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കം. സർക്കാർ പദ്ധതികൾ കൂടുതലായി ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ടെന്ന് മന്ത്രി VN വാസവൻ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.